ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു കോവക്കായ മെഴുക്കുവരട്ടിയുടെ റെസിപ്പി നോക്കിയാലോ. നല്ല നല്ല എന്താ പറയുക, നല്ല ഇങ്ങനെ മുരിഞ്ഞ് നല്ല ടേസ്റ്റായിട്ടുള്ള, ചോറിന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ടുള്ള കോവക്കായ കറിയാണ്. അതേ സമയം നല്ല സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ്. രാവിലെ മക്കൾക്ക് ചോറിൻ്റെ ഒപ്പമൊക്കെ കൊടുത്തു വിടാൻ പറ്റിയൊരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിലാണ് വെച്ചപ്പോൾ ഞാനിത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതാണ്, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. കണ്ടങ്ങനെ നല്ല ഡ്രൈ ആയിട്ടുള്ള കോവക്കായ കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ കോവക്കായ കറി വയ്ക്കാൻ. ഞാൻ കോവക്കായൊക്കെ നന്നായി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. കോവക്കായ നന്നായി കഴുകണം കേട്ടോ. ചില സമയത്ത് ഇതിലിങ്ങനെ ഇലയൊക്കെ പറ്റി പിടിച്ചിരിക്കണം കാണാം. അപ്പോൾ നന്നായി കഴുകി ഇങ്ങനെ ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ഞാൻ വട്ടത്തിലാണ് കട്ട് ചെയ്യണത്. രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്യുക കേട്ടോ. അധികം കനം കുറയും വേണ്ട, കനം വേണ്ട കേട്ടോ. അങ്ങനെ ഒരു മീഡിയം കനത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കോവക്കായ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ കോവക്കായൊക്കെ നന്നായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം തിന്നാവാനും പാടില്ല, അധികം തിക്കാവാനും പാടില്ല കേട്ടോ. എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് കനവും കുറയും ചെയ്ത് ഭയങ്കര കനവും പാടില്ല. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോവക്കായാണ്. പിന്നെ ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. പിന്നെ അതേപോലെ ഇതിലൊരു കറ വരുന്നുണ്ട്. എൻ്റെ കയ്യിൽ നുറുക്കിയപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ട കറ പിടിച്ചു. അപ്പോൾ അങ്ങനെ അഥവാ ആരൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെയൊക്കെയാണ് കുറേ ഉറച്ച് കഴുകിയതാണ്. പിറ്റേ ദിവസത്തേക്കാണ് നല്ല കറ അങ്ങനെ കൈമ തോന്നണത്. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ പരട്ടിയിട്ട് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഈ കറ പോവാൻ ഇത്തിരി പാടുണ്ട്. ഞാൻ എന്നിട്ട് കല്ലുമ്മ ഉറച്ചിട്ടാണ് ഇത് ഇങ്ങനെ ആക്കിയത്. ഇവിടെയൊക്കെ എപ്പോഴും ഉണ്ട് കറ കണ്ട. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ പരട്ടിയിട്ട് ചെയ്തു, അപ്പോൾ പിന്നെ ഇങ്ങനെ കറ പിടിക്കില്ല. അപ്പം ഞാൻ നമുക്കിന്നൊരു മെഴുക്കുവരട്ടിയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുക്കട്ടെ കേട്ടോ. അപ്പം ഞാനൊരു ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. ഇത് ഞാൻ ഇന്നലെ മുളക് വറുത്തെടുത്ത വെളിച്ചെണ്ണ, അപ്പോൾ അത് ഞാൻ കളയണില്ല. അപ്പോൾ അതിൽ തന്നെയാണ് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണ കുറച്ചധികം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഇത് ഒന്നാമത് തന്നെ ക്വാണ്ടിറ്റി കൂടുതലും ഉണ്ട്. പിന്നെ ഇതൊന്ന് ഫ്രൈ പോലെ ആക്കിയെടുക്കണം, എന്നാലേ ഇത് മെഴുക്കുവരട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ട് നന്നായി ചൂടാവണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂൺ തന്നെ വേണമെന്നില്ല കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ വറ്റൽമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യുക, അതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ആഡ് ചെയ്യുക കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് സവാള, ഒരു മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ, യാതൊരു കുഴപ്പമില്ല. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിലുണ്ടായ കോവക്കായ ഒന്നല്ല കേട്ടോ. അപ്പം നമുക്ക് മഞ്ഞൾപ്പൊടി എന്തായാലും ഇടണം. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങണ കോവക്കായാണ്. ഞാൻ വാങ്ങി നന്നായി കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നാലും പിന്നെ എങ്ങനെയായാലും വിഷമുണ്ടെന്നല്ലേ പറയണം. പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഒരു സമാധാനത്തിന് നമ്മൾ ചെയ്യുക അങ്ങനെയൊക്കെ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടത്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മുളക്, കുത്തിമുളക് ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കണേ. ഞാൻ ഒരു ടീസ്പൂണും ഒരു തരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്തിരി എരിവ് വേണം ഇങ്ങനത്തെ കറിയിൽ. പിന്നെ ഞാൻ 1 കിലോ കോവക്കായ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ എന്താ പറയുക, മുളകൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ മുളകൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഏകദേശം അല്ല, മൂത്തുണ്ട്. ഇനി നമുക്ക് നന്നായി മൂക്കണം കേട്ടോ മുളക്. സിമ്പിളായിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ കോവക്കക്കറിയാണ്, മെഴുക്കുവരട്ടിയാണ് ഇത്. ഒന്നൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോവക്കായ കുറച്ച് ഇങ്ങനെ പെട്ടെന്ന് ഒന്നിച്ചിടണ്ട, കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഇങ്ങനെ ഇളക്കി എടുക്കട്ടെ കേട്ടോ. ബാക്കിയുള്ള ഇട്ട് കൊടുത്ത് ഞാൻ കോവക്കായ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി, ഞാനിപ്പോൾ അടച്ച് വെച്ച് വേവിക്കണില്ല. അടച്ച് വെച്ച് വേവിച്ചങ്ങനെ വെള്ളം പോലെ വരും. അപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക.
അതിന് ശേഷം നമുക്കിതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പൊന്നും നമ്മൾ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കട്ടെ കേട്ടോ. ഞാൻ ഒന്നും കുറച്ചും കൂടി ഇട്ട് കൊടുക്കണ്ട. എനിക്ക് കറക്റ്റാണ് വീട്ടിലേക്ക് ഇവിടേക്ക് ഇത്ര ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കളറൊക്കെ ഒന്ന് മാറി ഒന്നിങ്ങനെ ഫ്രൈ ആവണ പോലെ ആവണം കേട്ടോ നമ്മുടെ മെഴുക്കുവരട്ടി. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആവട്ടെ അവിടെ ഇരുന്നിട്ട്. ഞാനിപ്പോൾ തീ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് നേരം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കൊന്ന് തീ ഒന്ന് സിമ്മാക്കാം കേട്ടോ. ഫുൾ ഫ്ലെയിം വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അടി ഇങ്ങനെ കരിയും. എൻ്റെ ഇരുമ്പും കൂടി ആവുമ്പോൾ പെട്ടെന്ന് കരിയും. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇതൊക്കെ ഒന്നും കൂടി ഒന്ന് മുരിച്ചെടുക്കാൻ വേണമെങ്കിൽ അതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ചെയ്യട്ടെ. ഞാൻ എന്തായാലും കുറച്ചും കൂടി ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. ചിലവർക്ക് ഇതിങ്ങനെ കടിക്കാൻ കിട്ടണം ഭയങ്കര ഇഷ്ടം, ചിലവർക്ക് നന്നായി സോഫ്റ്റ് ആവുന്നത് ഇഷ്ടം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ആൾക്കാരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക. ഞാൻ എന്തായാലും കുറച്ചും കൂടി ഒന്ന് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അടച്ചൊന്നും വെച്ചിട്ടില്ല കേട്ടോ. തുറന്ന് കഴിഞ്ഞാൽ പിന്നെ അടച്ച് വെച്ചൊരു വെള്ളത്തിൻ്റെ അംശം വരും. അപ്പോൾ പിന്നെ അത് വറ്റിച്ചെടുക്കാൻ കുറേ നേരം എടുക്കും. അപ്പോൾ ഞാൻ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ഇറക്കി കൊടുക്കണേ. നൂലൊന്ന് വാടിക്കോട്ടെ കേട്ടോ. വല്ല വേവാത്ത ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടിയിട്ടിട്ട് മുകളിൽ വെന്തത് ഇടുക. എന്നിട്ടൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കോവക്കായൊക്കെ ഏകദേശമൊക്കെ ഒന്ന് നന്നായി ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഞാൻ ഉപ്പ് നോക്കി ഇത്തിരി ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 ടീസ്പൂൺ ഉപ്പ് എനിക്ക് കറക്റ്റായിരുന്നു 1 കിലോയ്ക്ക്. പിന്നെ എനിക്കൊരു പേടിയായിട്ടാണ് ഇടാണ്ടിരുന്നത്. 1.5 സ്പൂൺ തന്നെ എപ്പോഴും ഇടാറ് ഞാൻ. പിന്നെ വേണമെങ്കിൽ ഉപ്പ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറഞ്ഞാലും പിന്നെ ഇടാം. നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഉപ്പ് എല്ലായിടത്തേക്കും എത്തണം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ കോവക്കായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് രാവിലെയൊക്കെ സ്കൂളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കോവക്കായ കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ കുറച്ചധികം ഒഴിച്ചാലൊക്കെ മതി. പിന്നെ മുളക് പൊടി വേണമെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്യാം, അതായാലും കുഴപ്പമില്ല. ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇനി ഞാനൊന്ന് അടച്ച് വെക്കുക കേട്ടോ. തീ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടൊന്നുമില്ല. ഇനി കുറച്ച് നേരം ഒന്ന് ആ കറിവേപ്പിലൊക്കെ ഒന്നും കൂടി ഒരു ഇതാവാൻ വേണ്ടിയിട്ടാണ് അടച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് തുറക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ഓഫ് ചെയ്യുക. അപ്പോൾ ഈസി ടേസ്റ്റി ആയിട്ടുള്ള കോവക്കായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.